ഇത് എന്തിൻ്റെ വർക്കൗട്ടാണെന്ന് അറിയാമോ? നല്ല ചെസ്റ്റിൻ്റെ പോലെ കൂട്ടാൻ പറ്റും. മസിലുണ്ടോ? പോവാതെ അതെടുത്തു. നാട്ടിൽ കട പിന്നെ പഠിച്ചാൽ വിശ്വസിക്കില്ല. പിന്നെ നമ്മളെന്തായാലും ഒരുമിച്ചാവില്ല ഫാദറോടത്തെ ഏതാ വിഷയം? ഞങ്ങൾക്ക് മലപ്പുറം ടീച്ചറാണ്. സാറുണ്ട് ഇവിടെ. അപ്പൊ ആ വർഷമൊന്നുമില്ല. ഞാനോ പ്രിൻസിപ്പളായിട്ട് കുറച്ച് വർക്ക് ചെയ്യും. നമ്മൾ ടീച്ചർ പഠിക്കാനില്ല ചെയ്യും. അതൊക്കെ കിട്ടിയായിരുന്നോ? ഭയങ്കര കോമഡിയാണ്. ആരെങ്കിലൊക്കെ ജീവിച്ചു പോവാനേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്നെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ എന്നെ ഇനാഗ്രേഷൻ വിളിക്കുന്നത്. എനിക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഒരു കട ഇനാഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തന്നെ അടുത്ത റിലേറ്റീവിനെ ഞാൻ തന്നെ എനിക്ക് ചെയ്യാം. അപ്പോൾ അതൊരു ബ്ലെസ്സിങ്സ് ആണ്. കാരണം അവർക്ക് തന്നെ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മളെന്താ കട ഉദ്ഘാടനം ചെയ്ത് പോകാൻ മാത്രമല്ല, അവർക്കത് സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. പലരും ഇനാഗ്രേഷൻ ചെയ്ത് പോയതിനു ശേഷം കട പൂട്ടുന്നുണ്ട്. പക്ഷെ അത് അവരറിയുന്നുണ്ടോ എന്ന് അറിയില്ല. അതെ അതെ, ഭയങ്കര സക്സസ് ആയിട്ട് നമുക്ക് പരിശോധിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കണ്ടിന്യൂസ് വർക്ക് ഉണ്ടാകുന്നതെന്നുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സംഭവമല്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഐസിസിലൊക്കെ സ്ഥിരം പറഞ്ഞു അല്ല ഇപ്പോഴും സിംഗിളായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് പേര് കമൻ്റൊക്കെ ചെയ്യാറുണ്ട്, ഞങ്ങൾ ഇപ്പോഴും സിംഗിളാണ്. അവരോട് എന്താ പറയാ? അങ്ങനെ സിംഗിളായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. സിംഗിളായിട്ടിരിക്കുന്ന സന്തോഷം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. അതാണ് വേറെ അവസ്ഥ. പക്ഷെ അല്ല, സിംഗിൾ ലൈഫും കമ്മിറ്റഡ് ലൈഫും രണ്ട് പ്രത്യേകതകളുണ്ട്. പക്ഷെ ഏറ്റവും സുഖമുള്ള സീൻസ് ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആട്ടോ. ഭയങ്കര പ്രൗഡായിരിക്കും. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അത്തരം ഒരു സിനിമയുടെ ഭാഗമായിട്ട് ആ കാസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. മാത്രമല്ല അത് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള വലിയ കാര്യമില്ല. നമ്മൾ കുറേ അധികം സിനിമകൾ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ ചെയ്യുന്നത് അതിലൂടെ അറിയപ്പെടുന്നതാണോ എന്ന് എൻ്റെ ദിവസം ഒന്നാണെങ്കിൽ അതിലൂടെ അറിയപ്പെടുന്നതാണുള്ളത്. ഭയങ്കര സന്തോഷം. ഈ സിനിമകൾ അത്തരത്തിൽ സംഭവിക്കുന്നതെന്നുള്ളത്.